എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക്ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചേന ഉപയോഗിച്ചുള്ള ഒരു വിഭവമാണ്. അപ്പോൾ ചേന സാധാരണ എല്ലാവരും മെഴുക്കുവരട്ടിയാണല്ലോ വയ്ക്കാറ് പതിവ്. ഇന്ന് നമുക്കതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ഡിഷ് തയ്യാറാക്കി നോക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനുമായിട്ട് ആരും മറന്നു പോകരുതേ. അപ്പോൾ ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം കമൻ്റ് അറിയിച്ചാൽ വളരെ നന്നായിരുന്നു. എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. 400 ഗ്രാം ചേന തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ചേനയുടെ വേവിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ചിലത് പെട്ടെന്ന് വേകുന്ന ചേനയായിരിക്കും, ചിലത് കുറച്ച് താമസമുള്ളതായിരിക്കും. ഇതിലേക്കിനിയും നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തിള വന്നതിന് ശേഷമാണ് ഞാൻ സാധാരണ ചേനയ്ക്കകത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കാറ് പതിവേ. അപ്പോൾ അത് തയ്യാറായി അവിടെ വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന ചേന ഇട്ട് കൊടുക്കാം. ഒരു മെഴുക്കുവരട്ടിയുടെ രൂപത്തിൽ വേണം ഇതിനെ നമുക്ക് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എണ്ണയൊന്നും അധികം ആവശ്യമില്ല. ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കുക. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള സവാളയും അതേപോലെ 3 പച്ചമുളകുമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചൊന്ന് വഴറ്റണം. കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയും നന്നായിട്ട് വഴന്നു വരുന്നതായിരിക്കും. ഏകദേശം അത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അവരവരുടെ മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതും ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊരു 3 മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ മുളകിൻ്റെ പച്ചമണവും മാറും, അതേപോലെ നല്ല കളറും അതിന് വരും. ഏകദേശം അത് തയ്യാറായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസിലെ തക്കാളി നന്നായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തേക്കുന്നത്. അതേപോലെ ഇത് ബാംഗ്ലൂർ തക്കാളിയാണ്, അതുകൊണ്ട് ഇതിനധികം പുളി ഇല്ലാത്തതുമാണ്. നാടൻ തക്കാളി ഉപയോഗിക്കുന്നവർ കുറച്ച് ഉപയോഗിച്ചാൽ മതിയായിരിക്കും, അതിന് നല്ല പുളിയുള്ളതായതുകൊണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട്. എക്സ്ട്രാ ആയിട്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് അടപ്പ് വെച്ച് അടച്ച് വെച്ച് കൊടുത്തേച്ചാൽ മാത്രം മതി. തക്കാളിക്കകത്ത് തന്നെ അതിനാവശ്യത്തിനുള്ള വെള്ളമുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അത് വെന്ത് വരാനുള്ള വെള്ളം അതിനകത്ത് തന്നെ ഉണ്ട്. അത് നമ്മളൊന്ന് വേവിച്ച് വെച്ചാൽ മാത്രം മതി. അതേപോലൊക്കെ അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അത് പറ്റുന്നിടം വരെ വീണ്ടും ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒത്തിരി നേരം ഒന്നും ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതിയാവും. കണ്ടില്ല, അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കൂടിയുണ്ട്. അതുകൂടെ ഒന്ന് പറ്റിക്കിട്ട് ഇതുപോലെ നിരത്തിയിട്ട് കൊടുത്താൽ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചേന ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കണം. ചേനയുടെ ഓരോ കഷ്ണങ്ങളിലും ആ മസാലയെല്ലാം പിടിച്ചു വരണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോഴേ നല്ല രുചി വരത്തുള്ളൂ നമ്മുടെ ഈ കൂട്ടാനെ. കണ്ടില്ല, നന്നായിട്ട് ഇളക്കി അതിൽ ഓരോന്നേലും ആ മസാല എല്ലാം മൂടിയിരിക്കണം. അതുകൊണ്ടാണ് കുറച്ച് തക്കാളിയും ഉള്ളിയും ഞാൻ കൂടുതൽ ഉപയോഗിച്ചത്. അതേപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് വേണം ചേന അരിഞ്ഞു കൊടുക്കാനുമേ. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങൾ, നമ്മൾ മെഴുക്കുരട്ടിയുടെ പരുവത്തിൽ ചെറിയ കഷ്ണങ്ങളാണ് ഇടുന്നതെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇത് നമ്മൾ ഇളക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും. ഇങ്ങനെ ഓരോരോ പീസായിട്ട് കിടക്കണം. അത് അപ്പോഴത് നല്ല രുചി ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് കമൻ്റ് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ ഇത് ചപ്പാത്തിക്കോ ചോറിനോ എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡിഷുമാണ്. ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാനും ഒക്കെ നല്ലൊരു ഡിഷാണ്. അധികം എണ്ണയുടെ ആവശ്യമില്ല. അതേപോലെ പുളിയും ഒക്കെ ഉള്ളത് കൊണ്ട് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഇതിൽ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് 1 ടീസ്പൂണോളം നാരങ്ങ പിഴിഞ്ഞതും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഡയബറ്റീസുകാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഭക്ഷണമാണ്. കിഴങ്ങുകളിലെ ഏറ്റവും നല്ലതാണ് ഡയബറ്റീസുകാർക്ക് ചേന. അത് ആഴ്ച 3 ദിവസം ഉപയോഗിച്ചാലും കുഴപ്പമൊന്നും ഇല്ലാത്തതാണ്. അതുപോലെ ആവശ്യം പോലെ പോഷകമൂല്യമുള്ള ഒരു കിഴങ്ങ് വർഗ്ഗം കൂടിയാണ് ഇത്. അതുകൊണ്ട് ഡെയിലി നമ്മൾ ഉപയോഗിച്ചാലും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.